ഹലോ, വെരി ഗുഡ് ഈവനിങ് ടു യു ആൾ. സോ നമ്മൾ ഒരുപാട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെക്ടേഷനോട് കൂടി എല്ലാവരും കാണുന്ന ഒരു സെഷനാണ്. നമ്മുടെ നമ്മുടെ ജെൻഡറും അതേപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ജെൻഡറിന്റെയും മനസ്സുകൾ തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ബിഫോർ ദാറ്റ് ഐ വെൽക്കം യു ഓൾ ടു ദ മാസ്റ്റർ ടോക്ക് 47. കഴിഞ്ഞ 47 വീക്സ് ആയിട്ടാണ് നമ്മൾ ഈ ഓരോ വീക്കിലും ഇങ്ങനെ ഒരു സെഷൻ കൊടുത്തു പോകുന്നത്. സോ അതിൽ നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് ഓൾസോ നമുക്ക് ഡിലേസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, സെഷനിലേക്ക് പോവാം. ബിഫോർ ദാറ്റ് നിങ്ങൾ എല്ലാവരും കാമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആൻഡ് ഓൾസോ വീഡിയോ മോഡ് ഇസ് കമ്പൽസറി. നിങ്ങൾക്ക് വീഡിയോ മോഡിൽ വരികയാണെങ്കിൽ ഇറ്റ്സ് മോർ ബ്യൂട്ടിഫുൾ. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു ഇന്ററാക്റ്റീവ് മോഡിൽ ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. സോ ലെറ്റ്സ് ബിഗിൻ ആൻഡ് ഓവർ ടു ദ നെക്സ്റ്റ് പേജ്. ഹലോ എവരിവൺ, വെരി ഗുഡ് ഈവനിങ്. അപ്പോൾ ആരൊക്കെയാണ് ഇന്നത്തെ ഡേയിലുള്ളത്? ബിന്ദു മാം, റാഹിയ മാം, നുസ്രത്ത് മാം, സഹലത്ത് ബനു മാം, സൽമ മാം, ഞാനൊരു വേറെ ആരോ ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ. യെസ്, ഗ്രേറ്റ്. അപ്പോ നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്തിനു വേണ്ടിയിട്ട്? സംതിങ് എന്റെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് പല ഏരിയയിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾ എന്നെ മീറ്റ് ചെയ്തിട്ടുണ്ടാവാം. പല സെഷൻസിലായിരിക്കും, മേ ബി ടീച്ചേഴ്സിന്റെ സെഷനിലായിരിക്കും, അല്ലെങ്കിൽ പാരന്റ്സിന്റെ സെഷനിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോ അവിടെ എവിടേക്കോ നിങ്ങൾക്ക് കൊണ്ടിട്ടുള്ള ഒരു സ്പാർക്ക് ത്രൂ ആണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് എഗെയിൻ ഈ ഒരു മീറ്റിങ്ങിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംസാരത്തിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് അതിയായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സമയമാണ് അല്ലേ. ഇപ്പം നമ്മൾ പറയാറുണ്ട് പ്രൈം ടൈം മൂവി, ചില സീരിയൽ സീരീസ് ഒക്കെ ഈ ഒരു സമയത്താണ്, ഈ 7, 8 മണി 9 മണി എന്നുള്ളത്. ഇത് ആളുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈമാണ് എന്നുള്ളത്. അപ്പം ഈ ഒരു ടൈം സംതിങ് നിങ്ങൾ എന്റർടൈൻമെന്റ് എന്നതിലുപരി നമ്മൾ പറയാം കുറച്ചും കൂടി നമുക്ക് എന്റർടൈൻമെന്റ് പ്ലസ് ചെറിയൊരു എഡ്യൂക്കേഷൻ എന്ന് പറയാൻ പറ്റൂല. നമ്മൾ പറയും നമ്മൾ ഇവിടുന്ന് നോളജ് ആയിട്ട് ആർക്കും ഒന്നും കൊടുക്കാറില്ല. നോളജ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ ഒന്നും ഡിസ്കസ് ചെയ്യാറില്ല. നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളതൊക്കെ വിസ്ഡംസ് ആണ്. ഒക്കെ വിസ്ഡംസ് ആണ്. അതായത് ആളുകളെ ലൈഫിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആ അറിവ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. അത് ഓൾറെഡി നിങ്ങൾ എന്റെ സെഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം. വെറുതെ മോട്ടിവേഷൻ പോലെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകാറില്ല. കറക്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് പോകാറുള്ളത്. അപ്പോ നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലേക്ക് വരാം. അതിനു മുന്നേ ഉം, പറ്റുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് വീഡിയോ മോഡിൽ വരിക കേട്ടോ. വീഡിയോ ഓൺ ആക്കിയിരിക്കാൻ പറ്റുന്ന ആളുകൾ ഒന്ന് എന്ത് ചെയ്യാം, വീഡിയോ മോഡിൽ തന്നെ ഇരിക്കാം. ഞാൻ ചില ആളുകൾക്ക് ഇപ്പൊ ഒരു മടി ഉണ്ടാവും, ഞാനിപ്പോ ഇങ്ങനെ വീഡിയോ മോഡിൽ ഇരിക്കുക എന്നുള്ളത്. അവരിപ്പോ കണ്ടപ്പോ പ്രശ്നം ഉണ്ടായിരുന്നത്. ആൻഡ് ചില ആളുകളൊക്കെ ഓൾറെഡി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സെറ്റാണ്, മെന്റലി സെറ്റാണ്, ബട്ട് ഫിസിക്കലി സെറ്റ് ആവാത്തത് കൊണ്ട് ഐ ഈ ഒരു ലുക്കിലൊന്നും എനിക്ക് വീഡിയോ ഓൺ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. എനിവേ, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യാം. നിങ്ങൾ വീഡിയോ ഓൺ ആക്കി ഇവിടെ ഇരിക്കുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചും കൂടി ഡെഡിക്കേറ്റഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ എത്രത്തോളം ഇതിന് വാല്യൂ കൊടുക്കുന്നു അത്രത്തോളം അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കും, ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളതാണ്. Done. അപ്പോ നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലേക്ക് വരാം. ഐ തിങ്ക് നമ്മൾ ഓൾറെഡി നിങ്ങളൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മൾ ഇന്നത്തെ സെഷനിലൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത്. സിംപിളി നമ്മളെ മനസ്സെന്ന് പറയുമ്പോൾ
അത് ആണുങ്ങളെ മനസ്സ് പെണ്ണുങ്ങളെ മനസ്സ് എന്നിങ്ങനെ നമുക്ക് തരംതിരിച്ച് അവരൊരു വിഭാഗം മനസ്സൊക്കെ നല്ല അടിപൊളിയാണ്, അല്ലെങ്കിൽ ആണുങ്ങളെ മനസ്സ് അടിപൊളിയാണ്, പെണ്ണുങ്ങളെ മനസ്സ് ഭയങ്കര പോക്കാണ്, ഇതൊന്നുമല്ല. എന്നാൽ കൂടി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല എന്റെ ഭാര്യ ചിന്തിക്കുക, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല എന്റെ പാരന്റ്സ് ചിന്തിക്കുക, ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല എന്റെ മക്കള് ചിന്തിക്കുക. ഇതിൽ നമ്മൾ അവെയർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ആ ഒരു ബോധം നമുക്ക് വേണം എന്നുള്ളതാണ്. അപ്പം അതിനെ ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെ നിങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാന്നുള്ളതാണ് വിചാരിക്കുന്നത്. നിങ്ങൾ റെഡിയാണോ? സെറ്റ് സെറ്റാണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് റെഡി, അല്ലെങ്കിൽ ഒരു തമ്പ്, അല്ലെങ്കിൽ ഒരു യെസ്, എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യോ. ഇവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. റെഡിയാണോ? ഓക്കെ, സെറ്റ്, റെഡി. അപ്പൊ അങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പൊതുവെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഡിസ്കസ് ചെയ്യാറുള്ളത് മനസ്സിനെ പറ്റിയിട്ടാണ്, ചിന്തകളെ പറ്റിയിട്ടാണ്. അപ്പോ ആഹ്, ഒരു സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത ഇങ്ങനെ വരികയാണ്. ഒരു പ്രശ്നം വന്ന സമയത്ത് ഞാൻ ഈ രീതിയിൽ ചിന്തിക്കുന്നു, എൻ്റെ ഭാര്യ ഈ രീതിയിൽ ചിന്തിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. വൈ, എന്തുകൊണ്ട് ഒരേ പ്രശ്നം രണ്ട് രീതിയിലുള്ള ചിന്തകൾ? അപ്പൊ ഞാൻ അതിനെ പറ്റി ഒന്ന് പഠിച്ചു. ഇങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന്. അപ്പൊ എനിക്കതിൽ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടി. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാനുള്ളതാണ്. അപ്പം ഒന്നാമതായിട്ട് അതിന് മുന്നേ ഒരു ഡിസ്ക്ലൈമർ എന്നുള്ള രീതിയിൽ പറയട്ടെ. ഇത് നിങ്ങൾ അച്ചട്ടായിട്ട് ഇത് റെഡി ആട്ടോ, എങ്ങനെ, ആ എന്റെ ഹസ്ബൻഡ് ഇതേപോലെ, ഓക്കെ, അല്ലെങ്കിൽ എന്റെ വൈഫ് ഇതുപോലെയാന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും, നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്തു പോയിട്ട് അത് അവിടെ പോയിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ ആഡ് ചെയ്യരുത്. ഇപ്പൊ നമ്മൾ അടുത്ത് ലാസ്റ്റ് ഹിറ റെസിഡൻഷ്യൽ സ്കൂളിൽ നമ്മളൊരു സെഷൻ നമ്മളവിടെ ഡിസ്കസ് ചെയ്ത ഒരു സംഭവമായിരുന്നു നമ്മളെ സിം ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. നമ്മളെ സിം ചേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സിഗ്നലും ചേഞ്ച് ആവുന്നത്. അപ്പോൾ ആരോ ഒരാൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഹസ്ബൻഡിനൊന്ന് ചേഞ്ച് ചെയ്യണം, അവിടെ നിങ്ങൾക്ക് സിഗ്നൽ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, റേഞ്ച് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്ന രീതി ഇത് തന്നെയാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പോയി ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇതിൽ നിങ്ങൾ അവെയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഓരോന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ. അപ്പം ഒന്നാമതായിട്ട് ആണുങ്ങളെ മനസ്സിനെ കുറിച്ച് പെണ്ണുങ്ങളെ മനസ്സിനെ കുറിച്ചിട്ട് ഞാൻ പഠിച്ച സമയത്ത് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രോബ്ലം സോൾവിങ്. ഒരു പ്രശ്നം ലൈഫിലേക്ക് കടന്നു വരുന്ന സമയത്ത് അതിനെ അവരെങ്ങനെ നോക്കിക്കാണും, ഒരു മെയിൽ എങ്ങനെ നോക്കിക്കാണുന്നു, ഒരു ഫീമെയിൽ എങ്ങനെ നോക്കിക്കാണുന്നു, ഇതിനെ പറ്റിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ, ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു ആൺ അല്ലെങ്കിൽ ഒരു മെയിൽ അതിനെ നോക്കിക്കാണാൻ എങ്ങനെ ഇതിനെനിക്ക് ഉടൻ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ചും കൂടി സൊല്യൂഷൻ ഓറിയന്റഡ് ആയിരിക്കും എന്ത്, ആണുങ്ങളെ മൈൻഡ് സെറ്റ്. അവർ കുറച്ചും കൂടി ഇതിനെങ്ങനെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, എന്നാല് ഇപ്പം ആ ഹസ്ബൻഡിന്റെ ഭാര്യ അല്ലെങ്കിൽ സ്ത്രീകൾ എന്നുള്ളത്, പെണ്ണുങ്ങള് കുറച്ചും കൂടി അവർ ആ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കുക എന്നതിലുപരി കുറച്ചും കൂടി നമ്മൾ പറയില്ലേ അതിനൊരു ഇമോഷൻസ്, വികാരങ്ങൾ, ഓക്കെ, ഇതിലേക്കായിരിക്കും അവർ കുറച്ചും കൂടി കണക്ട് ചെയ്യുക. ഒരു ഉദാഹരണത്തിന് ഒരു കുട്ടി വീഴാണ്. ഓക്കെ, ആ കുട്ടി വീണു, ആ കുട്ടിക്ക് ഒരു ചെറിയൊരു മുറി പറ്റി. ഈ മുറി പറ്റിയാൽ ഒരു ഹസ്ബൻഡ് എന്തായിരിക്കും ആദ്യം ചിന്തിക്കുക? ബാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് കരുതി അവർ പെട്ടെന്ന് അതിന്റെ സൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ അതിലേക്ക് പോകും. എന്നാൽ സ്ത്രീകളെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അവരൊന്ന് ഇമോഷണലി ഒന്ന് കരഞ്ഞ് ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നാലും എന്റെ കുട്ടിക്ക് പറ്റിയല്ലോ എന്നുള്ള രീതിയിലായിരിക്കും അവര് എന്ത് ചെയ്യുക, അതിനെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഒരു ഭാര്യ ഓഫീസൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകുന്ന ഒരു ഭാര്യ എന്ന് വിചാരിക്കാം. ഓഫീസൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തുന്ന സമയത്ത് ഭാര്യ ഇങ്ങനെ പറയാണ്, ഓ ഞാൻ ഇന്ന് ആകെ എന്ത് ചെയ്തു, ഭയങ്കര ക്ഷീണിച്ചു, ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ പറയാ. ഓഫീസിൽ ഒരുപാട് പ്രശ്നങ്ങൾ പറയുമ്പോൾ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് ഉത്തരം തരും, എന്താ എന്താ പറയാ, അങ്ങനെയാണെങ്കിൽ ജോലി അങ്ങോട്ട് നിർത്തിക്കൂടെ, അങ്ങനെയാണെങ്കിൽ ജോലി അങ്ങോട്ട് ക്വിറ്റ് ചെയ്തൂടെ എന്ന് ചോദിക്കും. അപ്പൊ ഭാര്യ പരിഹാരം ചോദിച്ചിട്ടില്ല, ഭാര്യക്ക് ആ പരിഹാരം വേണ്ട. ഓക്കെ, ഭാര്യ എന്ത് ചെയ്തിട്ടില്ല, പരിഹാരം ചോദിച്ചിട്ടില്ല, ഭാര്യക്ക് ആ പരിഹാരം വേണ്ട. ഭാര്യക്ക് അവിടെ ആവശ്യം അവർ ഇമോഷണലി കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയും, അതൊന്ന് കേട്ടിരിക്കുക എന്നുള്ളത് മാത്രം. ആണോ, ശരി, ഓഫീസിൽ എന്താണ്, ഓ അങ്ങനെ ഉണ്ടല്ലേ, ഓ അത് ശരി, ഇത്ര വർക്ക് കുറച്ച് കൂടുതലാണല്ലേ എന്ന് തുടങ്ങിയിട്ട് നമ്മൾ പറയില്ലേ കോറസ് പോലെ അതൊന്ന് ജസ്റ്റ് കേട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് എന്ത്, ഒരു
ഭാര്യയുടെ ആവശ്യം എന്നുള്ളതാണ്. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പുരുഷനാണ് അല്ലെങ്കിൽ ഒരു ആണാണെന്നുണ്ടെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അതിന് ഉടനടി ഒരു പക്ഷേ അവർക്ക് പരിഹാരം ആവശ്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ആണിന്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യം പറയുമ്പോൾ, ഭർത്താവിന്റെ അടുത്ത് പോയി ഒരു കാര്യം പറയുമ്പോൾ അതിന് നിങ്ങൾക്ക് അധികവും കിട്ടുക എന്തായിരിക്കും? സൊല്യൂഷൻ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മൈൻഡിൽ വെക്കാം എന്നുള്ളതാണ്. ദെൻ രണ്ടാമതായിട്ട് ഞാൻ ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഭവം സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. സ്ട്രെസ് നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മളെ ലൈഫിന്റെ ഒരു ഗതി കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു വേ നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും ലൈഫ് പോകുന്നത് കുറച്ചും കൂടി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ പല രീതിയിൽ. അത് നമ്മളെ ഫാമിലി ത്രൂ നമുക്ക് സ്ട്രെസ് വരുന്നുണ്ട്, നമ്മളെ ഫ്രണ്ട്സ് ത്രൂ നമുക്ക് സ്ട്രെസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളെ വർക്കിംഗ് സ്പേസിൽ നമുക്ക് വേറെ സ്ട്രെസ് വരുന്നുണ്ട്. ഇനി ഇപ്പൊ നമ്മൾ പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരുപാട് സ്ട്രെസ് വരുന്നുണ്ട്. ഇതുപോലത്തെ സ്ട്രെസ്സുകൾ വരുന്ന സമയത്ത് ആ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ രണ്ടുപേരും വ്യത്യസ്തരാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു വലിയൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവ്, ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭർത്താവിന് എന്ത് ചെയ്യാണ്, ബിസിനസ്സിൽ ഒരു സ്ട്രെസ് വരികയാണ് അല്ലെങ്കിൽ ഒരു ലോസ് വരികയാണ്. ഇവിടെ പൊതുവെ പുരുഷന്മാര് ചെയ്യുന്നതാന്ന് വെച്ചാൽ അവര് കുറച്ച് സമയം ഒറ്റക്ക് നിശബ്ദരായിട്ടിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അവർ കുറച്ച് സമയം അതിനൊന്ന് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, കുറച്ച് സമയം എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നാൽ അത് സെറ്റ് ആവും എന്നുള്ളതാണ്. എന്നാൽ ഇതേ പ്രശ്നം ഒരു സ്ത്രീക്കാണ് വരുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവരേറ്റവും വിശ്വസിക്കുന്ന ഒരു പേഴ്സണായിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അവരോട് അവർക്ക് ആ സ്ട്രെസ് ഒന്ന് ഇറക്കി വെക്കാൻ പറ്റില്ല. എപ്പോഴാന്ന് വെച്ചാൽ അവരേറ്റവും ഇഷ്ടപ്പെട്ട, അവരേറ്റവും വിശ്വസിക്കുന്ന ഒരു പേഴ്സണോട് ഇതിനെ പറ്റി പറയും. പിന്നെ ബിസിനസ്സിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതി ആണുങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാര് പറയില്ല എന്നല്ല ഇപ്പൊ ഞാൻ പറയുന്നത്. ഇതിന്റെ ഒരു ആവറേജ് ആയിട്ട് നിങ്ങൾ ഇതിനെ കാണും. ഇപ്പം നിങ്ങളെ ഹസ്ബൻഡ് ഒരു ബിസിനസ്സിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് പോകുന്നത്. ഹസ്ബൻഡ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തില് ആള് പ്രശ്നം നിശബ്ദനായിട്ട് നിൽക്കുന്നത് സ്ട്രെസ് കാരണം. പക്ഷെ ഭാര്യ എന്താ ചിന്തിക്കുക, ഇനിയിപ്പൊ എന്നോട് എന്തോ പ്രശ്നമുണ്ടോ, ഇന്നിപ്പോ ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത കറി പറ്റിയില്ലേ, ഞാനിപ്പോ അത് പറഞ്ഞത്. അതായത് നമുക്ക് ഓവർ തിങ്ക് ചെയ്യാനുള്ള നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അവിടെ കിട്ടുന്നുള്ളത് അല്ലെ. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും, അവസാനം നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് എന്തുണ്ടാവില്ല, അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല. നമ്മൾ പറയുന്ന പോലെ നമ്മള് വലിയ മലയാന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സംഭവം അവിടെ എത്തുമ്പോൾ എന്തായിരിക്കും, ചെറിയ എലിയായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും. യഥാർത്ഥത്തില് ഹസ്ബൻഡ് അവിടെ ആ രീതിയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? സി, ആള് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, പൊതുവെ പുരുഷന്മാരെ മനസ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, കുറച്ച് ഒറ്റയ്ക്ക് ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അതിലൊന്നിങ്ങനെ ചെയ്യുക എന്നുള്ളത്, അതിലൊന്ന് ചിന്തിച്ചിരിക്കുക എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് തന്നെ അവർക്ക് ഒരുപാട് സ്ട്രെസ് ഒന്ന് റിലീഫ് ആകുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം മറ്റൊരു ഭാഗം കൂടി പറയാറുണ്ട്. സൈക്കോളജി പറയുന്ന ഏകദേശം ഒരു 75%, 75% വരെയൊക്കെ ആണുങ്ങളെ സ്ട്രെസ് അവരെ ഭാര്യമാരെ അടുത്ത് എത്തുന്ന സമയത്ത് കുറയും എന്ന് സൈക്കോളജി പറയുന്നുണ്ട്. പക്ഷെ പൊതുവെ നമ്മൾ ഇങ്ങനെ കാണുന്ന സമയത്ത് പലരും പറയാറുള്ളത് അവിടെ എത്തുന്ന സമയത്ത് ആ സ്ട്രെസ് കൂടുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ഫൺ ഫാക്ട്. അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം ഫൺ ആയിട്ടാണ് ഹസ്ബൻഡ്സ് അങ്ങനെ പറയാറുള്ളത്. നിങ്ങൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിൽ അധികവും ലേഡീസ് ആണ് അല്ലെ. അധികം ആളുകളും ലേഡീസ് ആണ്. ഈ ലേഡീസ് ആയിട്ടുള്ളതിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ ഹസ്ബൻഡ്സ് പൊതുവെ പറയും എന്താ, അവരങ്ങോട്ട് പോയാൽ എനിക്കൊരു തലവേദന പോയി എന്നൊക്കെ പറയുന്ന രീതിയിലാണെങ്കിൽ കൂടി നിങ്ങൾ ഒരു 2 ദിവസം അവിടുന്ന് മാറി നിന്നാൽ അറിയാം അവിടുത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടുന്ന് വരുന്ന ഓരോ കാര്യങ്ങൾ. അവരെ ലൈഫ് അത്ര സ്ട്രക്ചേർഡ് ആയിട്ട് പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് നിങ്ങളൊരു ഹാൻഡ് അതിലുള്ളത് കൊണ്ടാണെന്നുള്ളതാണ്. അപ്പം സ്ട്രെസ് വരുന്ന സമയത്ത് ആണുങ്ങൾ കുറച്ച് നിശബ്ദരാവും, സ്ത്രീകൾ എന്ത് ചെയ്യും, അതിനെ കുറച്ചും കൂടി സംസാരിക്കും. നീ എന്തിനാ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ വെറുതെ അവരെ ബുദ്ധിമുട്ടാക്കണ്ട. അവർ ആ രീതിയിലാണ് സ്ട്രെസ്സിന് എന്ത് ചെയ്യാറുള്ളത്, പൊതുവെ ഒന്ന് റിലീസ് ചെയ്തിട്ട് ഒന്ന് ഫ്രീ ആവാറുള്ളത്. അപ്പം അവര് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെങ്കിൽ മേ ബി നിങ്ങളെ അടുത്ത് വന്നിട്ട്, ഹസ്ബൻഡിന്റെ അടുത്ത് വന്നിട്ട് അവരിങ്ങനെ പറയും ഇന്ന ഇന്ന പ്രശ്നങ്ങൾ, ഇന്ന ഇന്ന പ്രശ്നങ്ങൾ. യഥാർത്ഥത്തിൽ അത് അവരൊന്ന് ഇറക്കി വെക്കുകയാണെന്നുള്ളതാണ്. ക്ലിയർ? അപ്പം ഇതാണ് രണ്ടാമത്തെ കാര്യം. ഒന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു, പ്രോബ്ലം സോൾവിങ്. പ്രശ്നത്തിന് ആണുങ്ങൾ ആദ്യം എന്ത് ചെയ്യും, പരിഹാരം കാണും. സ്ത്രീകൾ കുറച്ചും കൂടി അതിനൊന്ന് ഇമോഷണലി എടുത്തതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ, അതിലേക്ക് പോകുന്നുള്ളതാണ്. രണ്ടാമതായിട്ട് സ്ട്രെസ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത്. ദെൻ മൂന്നാമതായിട്ട് വരുന്ന ഒരു കാര്യമാണ് ആശയവിനിമയം എന്നുള്ളത്, കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
ആണുങ്ങൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക, അതിന്റെ ആശയം ഉണ്ടാവുമല്ലോ. എൻറ്റയർ ആയിട്ടുള്ള ഒരു ആശയം ഉണ്ടാവും ഓരോ കാര്യങ്ങൾക്കും. ഇപ്പം ഒരു ഉദാഹരണത്തിന് ആ, ഉം, ആ, ഭാര്യ ഉം, ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരിക എന്ന് വിചാരിക്കും. ഈ സമയത്ത് ആ, ഭാര്യ ഇങ്ങനെ ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു ഓഫീസിൽ നിന്ന്, എങ്ങനെ ഉണ്ടായിരുന്നു? ഭർത്താവ് എന്താ പറയാ? ആ, ഒന്നുമില്ല, സാധാരണ ദിവസം. ഓക്കെ. പക്ഷെ ഭാര്യ അവിടെ വിചാരിക്കുന്നത് എന്താ അറിയോ? ഇത്രയും മണിക്കൂർ ആളവിടെ ഉണ്ടായിട്ട് എന്താണ്, ആൾക്ക് ആകെ ഇത്രേ പറയാനുള്ളൂ. ഒന്നോ രണ്ടോ വാക്കിൽ എന്ത് ചെയ്യും, അവരെ സംസാരം തീരും. നമ്മൾ പറയാറുണ്ട്, പുരുഷന്മാർ കുറച്ചും കൂടി ഒരു ടണൽ വിഷൻ ഉള്ള ആളുകളായിരിക്കും. അതായത് ഒരു ടണലിനുള്ളിൽ കൂടെ ഇപ്പൊ നമ്മളൊരു ചെറിയൊരു പൈപ്പിനുള്ളിലൂടെ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ അതിന്റെ അവസ്ഥ? അത് നേരെ അപ്പുറത്ത് എന്താണ്, അത് മാത്രമേ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ, അല്ലെ? എന്നാല് സ്ത്രീകൾ കുറച്ചും കൂടി വിശാലമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന, കുറച്ചും കൂടി വിശാലമായിട്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന, അതിനെ ഒബ്സർവ് ചെയ്ത് എടുക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആണെന്നുള്ളതാണ് സ്ത്രീകളെ പറ്റിയിട്ട് പറയാറുള്ളത്. ഒരു ഉദാഹരണത്തിന് ഒരു ഉം, ഒരു പുരുഷനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കല്യാണത്തിന് വിടുകയാണ്. അതേ കല്യാണത്തിന് ഒരു സ്ത്രീനെ വിട്ടാൽ ആ കല്യാണത്തിന്റെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ ആ ഒരു പുരുഷന്റെ അടുത്തുനിന്ന് സ്ത്രീന്റെ അടുത്തുനിന്ന് എടുത്താൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ തന്നെ പറ, എങ്ങനെ ഉണ്ടാവും? അല്ലെ? എങ്ങനെ ഉണ്ടാവും? പുരുഷന്മാരെന്താ പറയാ? ആ, ബിരിയാണി കുഴപ്പമില്ല, ഒരു ആവറേജ് ബിരിയാണി കുഴപ്പമില്ല, ബാക്കിയൊക്കെ അടിപൊളി, ഇത്രയല്ലേ. എന്നാലും സ്ത്രീകൾ അതിൽ കുറച്ചു നല്ല പോലെ സ്പെസിഫൈ ചെയ്ത് ഫുഡിന്റെ ഭാഗം, അവരെ അവിടുത്തെ അറേഞ്ച്മെന്റ്സ്, അവിടുത്തെ ബാക്കി കാര്യങ്ങള്, ഇനിയിപ്പം എന്താ പറയാ, അവിടെ കല്യാണ പെണ്ണിന്റെ ഗോൾഡ്, അവരെ ബാക്കിയുള്ള ഓർണമെന്റ്സ് കാര്യങ്ങൾ, അവരെ ഡ്രസ്സ്, അവരെല്ലാ കാര്യങ്ങളും സ്പെസിഫൈ ചെയ്തിട്ട് കാര്യങ്ങൾ നോക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്, അവർ കുറച്ചും കൂടി ഡേറ്റ് ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അവരെ ആ, ജനിച്ച ദിവസം, അതുപോലെ അവർ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത ദിവസം, അവരെ വിവാഹത്തിന്റെ ദിവസം, ഇങ്ങനെ ഓരോന്നും എന്തായിരിക്കും, അവർക്ക് കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും. പക്ഷെ പുരുഷന്മാർക്ക് ഇത് അധികം എന്ത് ചെയ്യില്ല, ഉള്ളിൽ നിൽക്കൂല. അവർ കുറച്ചും കൂടി ടണൽ വിഷൻ ഉള്ള ആളുകളാണ്. അവരിങ്ങനെ ഉള്ളിലേക്ക് നോക്കിയിട്ട് അവരെ കറക്റ്റ് എന്താണോ ഫോക്കസ്, അതിലേക്ക് മാത്രം അവർക്ക് പോവാം. ഓക്കെ. അപ്പം തുടക്കത്തിലേ പറഞ്ഞ പോലെ ഇതൊന്ന് തെറ്റ് ഒന്ന് ശരി എന്നുള്ളതല്ല കേട്ടോ, രണ്ട് പേഴ്സ്പെക്റ്റീവ് ആണ്. ഒരു നാണയത്തിന്റെ രണ്ട് വശം എന്ന് പറയുന്ന പോലെ രണ്ട് രീതിയിലാണ് എന്നുള്ളതാണ്. അപ്പം ആശയവിനിമയത്തില്, സംസാരത്തില് ആണുങ്ങൾ കുറച്ചും കൂടി എന്തായിരിക്കും, കറക്റ്റ് ആയിട്ട് ആ പോയിന്റ് പറയാം, അതിനെ അവസാനിപ്പിക്കും. എന്നാൽ സ്ത്രീകൾ കുറച്ചും കൂടി എന്ത് ചെയ്യും, നമ്മൾ പറയുന്ന പോലെ അതിൽ കുറച്ചും കൂടി ഇമോഷൻസ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് അതിനെ കുറച്ചും കൂടി വിശദീകരിച്ച് അവർ പറയുന്ന. അപ്പം ഒരു ആ, ഒരു പുരുഷനോട് ഒരു സ്ത്രീ ചോദിക്കുക, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് വൈഫ് ചോദിക്കുകയാണ്, എന്ത്, നിങ്ങൾ എന്താ ഇന്ന് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ഹസ്ബൻഡ് പറയാം, ആ കുഴപ്പമൊന്നുമില്ല. ഈ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അത് മൂപ്പര് ചിലപ്പോൾ കുഴപ്പമില്ലായിട്ട് തന്നെ ഇപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇത് കേൾക്കുന്ന സമയത്ത് സ്ത്രീക്ക് എന്താ തോന്നാറ്, ഭാര്യക്ക് എന്താ തോന്നാറ്? ആ ടോണ് റെഡി ഇല്ലല്ലോ. ഓക്കെ. ആ സംസാരിച്ച ടോണ് റെഡി ഇല്ലല്ലോ, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഓക്കെ. ആ സംസാരിച്ച ശൈലി റെഡി ഇല്ലല്ലോ. ഇങ്ങനെ തോന്നാം. ഹസ്ബൻഡ് സംസാരിച്ച ശൈലി, ഹസ്ബൻഡ് സംസാരിച്ച ആ ഒരു ടോണ്, ഇതിലൊക്കെ എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്തൊക്കെയോ ഒരു ബഗ്ഗിഷ് ഉണ്ടല്ലോ എന്ന് പറയും. ക്ലിയർ? അപ്പോ അവർ കുറച്ചും കൂടി അതിന്റെ ടോണിലേക്കും അതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. പക്ഷെ പുരുഷന്മാർ കുറച്ചും കൂടി ആ വേർഡ്സ്, അത് ആശയം അങ്ങോട്ട് കൈമാറുക എന്നുള്ളതായിരിക്കും അവരെന്ത് ചെയ്യാം, ചെയ്യാന്നുള്ളതാണ്. ആൻഡ് സ്ത്രീകളെ പറ്റിയിട്ട് അവരെ സ്നേഹം അല്ലെങ്കിൽ ലവ് ആൻഡ് അഫെക്ഷൻ എന്നുള്ള ഒരു ഏരിയ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത മൂന്ന് ഏരിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നെന്താണ്, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓരോ പ്രശ്നത്തിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്, പ്രോബ്ലം സോൾവിങ് എന്നുള്ളത്. രണ്ടാമതായിട്ട് സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത്. മൂന്നാമതായിട്ട് അവരെ കമ്മ്യൂണിക്കേഷൻ, അവരെ വിഷൻ, അവർ ഓരോ കാര്യങ്ങൾ നോക്കി കാണുന്നത് എങ്ങനെയാന്നുള്ളത്. മൂന്നാമതായിട്ട് ഉം, ഈ സ്നേഹം ഫീൽ ചെയ്യുക എന്നുള്ളത്. ഇത് ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളൊന്നിങ്ങനെ അനലൈസ് ചെയ്യുക, ഞാൻ ഇങ്ങനെയാണല്ലേ, ഓക്കെ, അപ്പം എന്റെ ഹസ്ബൻഡ് ഇങ്ങനെയായിരിക്കും അല്ലേ, ഇത് 100% ഇങ്ങനെയാണ്. ഓക്കെ. അപ്പം ഹസ്ബൻഡ് ഒരു പ്രശ്നമൊക്കെ ആയിട്ട് മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ, ആള് തീർന്നോട്ടെ, ആളിപ്പോ ഒറ്റയ്ക്ക് ഇരിക്കുന്നല്ലേ അന്നത്തെ സെഷനിൽ പറഞ്ഞു, ഒറ്റയ്ക്ക് അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്, നിങ്ങൾ അവരെ ആ രീതിയിൽ കാണരുത്. വൈഫ് ആണെങ്കിലും അവരങ്ങനെയല്ലേ, എങ്ങനെ ആയിക്കോട്ടെ എന്നുള്ളതല്ല, ഇതിനെ നിങ്ങളൊരു ജനറൽ ആയിട്ട് എടുക്കുക. ഓക്കെ. അപ്പം സ്നേഹം എന്നുള്ളൊരു ഏരിയ, ഇതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, എങ്ങനെയാണ് സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാര് സ്നേഹം കാണിക്കുക എന്നുള്ളത്. പുരുഷന്മാര് സ്നേഹം കുറച്ചും കൂടി പ്രവൃത്തിയിലായിരിക്കും, ആക്ഷൻസിലായിരിക്കും. ഓക്കെ. എന്നാല് സ്ത്രീകളെ
എന്താ പറയാ, സ്നേഹം അവർക്ക് ഫീൽ ചെയ്യുക, കുറച്ചും കൂടി കെയറിങ്, അവരെ കെയർ ചെയ്യുന്നത്, അവരെ വാക്കുകളെ ഇതാക്കുന്നത്, ഈ രീതിയിൽ റെസ്പെക്ട് കാര്യങ്ങളൊക്കെ ബോത്ത് എല്ലാവരും രണ്ട് കൂട്ടർക്കും വേണ്ടതാണ്. ഇപ്പം ഈ രീതിയിൽ ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഉം, ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ കാറ്, ഓക്കെ, ആൾക്കൊരു കാറുണ്ട്, ആ കാർ എന്ത് ചെയ്യാണ്, ആള് കൊണ്ടുപോയി സർവീസ് ചെയ്യുന്നു, അതുപോലെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നു, ഇവരെ ഭാര്യയുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നു. ഇതിലൊക്കെയാണ് ഇവരെ സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഏരിയ. എന്നാല് ഭാര്യ അപ്പോഴും പറയുന്നത്, നിങ്ങള് നിങ്ങൾക്ക് കുറച്ച് എന്നെ ശ്രദ്ധിച്ചൂടെ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, നിങ്ങൾ എപ്പോഴും ആ കാറ് നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ കാറിനെ എന്നെ പരിഗണിക്കുന്നത് ഇതാക്കുന്നത്. പക്ഷെ അവരെ ആ ഒരു ലവ് എന്നുള്ള ഒരു ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരാളെ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി ഇതാണ്, ഒരാളെ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി മറ്റൊന്നാണ്. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു ഉദാഹരണം ഉണ്ട്, ഒരു ആപ്പിളിന്റെയും ചോക്ലേറ്റിന്റെയും ഉദാഹരണം. ആപ്പിളിന്റെയും ചോക്ലേറ്റിന്റെയും ഉദാഹരണം, അതായത് ഒരു ഭാര്യയ്ക്ക് ഇഷ്ടം എന്താണ്, ചോക്ലേറ്റ് ആണ്. ഭാര്യയ്ക്ക് ഇഷ്ടം ചോക്ലേറ്റ് ആണ്. ഭർത്താവിന് ഇഷ്ടം എന്താണ്, ആപ്പിൾ ആണ്. ഭർത്താവ് അങ്ങനെ ചോക്ലേറ്റ് കഴിക്കില്ല, ഭാര്യ അതുപോലെ തന്നെ ആപ്പിളും കഴിക്കില്ല. അപ്പം ഒരു ദിവസം ഭർത്താവ് കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി ബുദ്ധിമുട്ടി എടങ്ങേറായി രാവിലെ മുതൽ ഈവനിങ് വരെ വർക്കൊക്കെ ചെയ്ത് ബാക്കിയുള്ള ആളുകൾ ആട്ടും തുപ്പൊക്കെ കേട്ട് ആൾക്ക് കുറച്ച് പൈസ കിട്ടി. ഈ കിട്ടിയ പൈസക്ക് ആൾ എന്ത് ചെയ്തു, ആ എനിക്കിഷ്ടം ആപ്പിളാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് ആപ്പിൾ വാങ്ങിയിട്ട് എന്റെ ഭാര്യക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അങ്ങനെ ഭാര്യക്ക് കൊണ്ടുപോയി കൊടുത്തു. ഭാര്യ ആപ്പിൾ ഇങ്ങനെ എടുത്ത്, ആ ഭാര്യക്ക് ആപ്പിൾ അത്ര ഇഷ്ടമല്ല, അതുപോലെ തന്നെ എസ്പെഷ്യലി കുറച്ച് പുളി ഉള്ളതും കൂടിയാണ് എന്തെങ്കിലും അവർ തീരെ കഴിക്കില്ല. അപ്പൊ ഇതൊന്ന് കടിച്ചു നോക്കി, പുളിയാണ്, ആളവിടെ വെച്ചു. എന്നിട്ട് ആളാളെ പാട്ടിന് പോയി. പുളിയൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് വരുമ്പോ എന്താ കാണുന്നത്, കടിച്ച് അവിടെ വെച്ച് ആപ്പിള്. അപ്പൊ ഹസ്ബൻഡ് സ്റ്റാർട്ട് ചെയ്യും, എന്താ, ആ എനിക്കൊരു വാല്യൂ ഇല്ല, ഞാൻ ഈ തന്നതിന് ഇത്ര ബുദ്ധിമുട്ടായിട്ടാണ് നിനക്ക് ഇത് തന്നിട്ടുള്ളത്, ഇതൊന്നും നിനക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹസ്ബൻഡ് അവിടെ ലഹള തുടങ്ങാൻ വേണ്ടിയിട്ട് ലഹള സ്റ്റാർട്ട് ചെയ്യും. ഇതേ സിറ്റുവേഷൻ തിരിച്ചും സംഭവിക്കാം. ഭാര്യ വർക്കിനൊക്കെ പോയി ബുദ്ധിമുട്ടി സ്ട്രെസ്ഡ് ആയി ആളെന്ത് ചെയ്യാണ്, ആൾക്ക് ഒരു സാലറി കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ആളെന്ത് ചെയ്യാണ്, ഒരു ചോക്ലേറ്റ് വാങ്ങിയിട്ട്, ഭാര്യയ്ക്ക് ഇഷ്ടം ചോക്ലേറ്റ് ആണ്, ചോക്ലേറ്റ് വാങ്ങിയിട്ട് എന്ത് ചെയ്യാണ്, ഭർത്താവിന് കൊടുക്കുക. ആ ചോക്ലേറ്റ് നല്ല വാല്യൂ ഉള്ള, നല്ല പ്രൈസ് ഉള്ള ഒരു ചോക്ലേറ്റ് ആണ്. അങ്ങനെ ആ ചോക്ലേറ്റ് എടുക്കുന്നു, ഹസ്ബൻഡ് ഒരു കഷ്ണം ഇങ്ങനെ കഴിക്കുന്നു, മധുരമാണ്. ഞാൻ ഓൾസോ ആളെന്ത് ചെയ്യുന്നു, ആൾ അവിടെ ഇട്ടിട്ട് പോകുന്നു. പിന്നെ അത് അവിടെ ഇങ്ങനെ ഉറുമ്പ് പിടിച്ച് കിടക്കുന്നത് ഭാര്യ കാണുന്നത്. സ്റ്റാർട്ടിങ് എന്താണ്, ലഹള. ഞാനൊരു സംഗതി തന്നിട്ട് നിങ്ങൾ എനിക്ക് വാല്യൂ തരുന്നില്ല, നിങ്ങൾ അങ്ങനെയാണ് അവിടെയാണ് ഇവിടെയാണ് എന്ന് പറഞ്ഞ് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യും. സി, ഇവിടെ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ അവർക്ക് കൊടുത്തത് അവർക്ക് വേണ്ടി കാര്യമല്ല. നമ്മൾ അവർക്ക് കൊടുത്തത് എന്താണ്, അവർക്ക് വേണ്ടി കാര്യമില്ല. നമ്മൾ കൊടുത്തത് എന്താണ്, നമുക്ക് വേണ്ടി കാര്യമാണുള്ളത്. ഓക്കെ, അപ്പം എനിക്ക് ആപ്പിൾ ഇഷ്ടമാണെന്നുള്ളത് കൊണ്ട് എന്റെ ഭാര്യക്ക് ആപ്പിൾ ഇഷ്ടമായിക്കോണമെന്നില്ല. ആ സിറ്റുവേഷൻ നല്ല അടിപൊളിയായിട്ട് പോയിരുന്നു. എങ്ങനെ, അവർക്ക് എന്താണ് ഇഷ്ടം അത് വാങ്ങി കൊടുക്കുന്ന സമയത്ത് അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം, നല്ലപോലെ അറിയണം. എന്റെ ഭാര്യക്ക് ഇതാണ് ഇഷ്ടം, അപ്പൊ ഇതാണ് ഞാൻ വാങ്ങി കൊടുക്കേണ്ടത്. എന്റെ ആൾക്ക് ഇതാണ് ഇഷ്ടം, എന്റെ ഹസ്ബൻഡിന് ഞാൻ ഇതാണ് വാങ്ങി കൊടുക്കേണ്ടത്. അപ്പോ ഈ രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ കൂടെ നിൽക്കുന്ന ഇപ്പം ഹസ്ബൻഡ്, അതുപോലെ തന്നെ ആ, ഉം, നമ്മളെ മക്കള്, നമ്മളെ പാരൻസ്, ഈ രീതിയിലൊക്കെ ഇപ്പൊ നിങ്ങളെ അച്ഛന് ഏറ്റവും ഇഷ്ടം എന്തായിരിക്കും, ആളെ ആളെ കുറച്ച് പ്രശ്നത്തിലാണെങ്കിൽ ഇപ്പം ആസ് എ ഫാദർ എന്നുള്ള രീതിയിൽ മക്കളെടുത്ത് പോയി സംസാരിക്കുന്നതൊക്കെ ഫ്രീ ആണ്. എന്നാൽ കൂടി ചില സിറ്റുവേഷൻസിൽ അവരവരുടേതായിട്ടുള്ള ടൈം എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു ഏരിയയിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് സെൽഫ് എസ്റ്റീം. രണ്ടാളുകളെയും സെൽഫ് എസ്റ്റീം രണ്ട് രീതിയിലാണ്. ആണുങ്ങൾ എപ്പോഴും കൂടുതൽ കണക്ട് ചെയ്തിരിക്കുന്നത് കൂടുതൽ സക്സീഡ് ആവുക, നേട്ടങ്ങൾ കൈവരിക്കുക, വിജയിക്കുക, കഴിവ്, എനിക്ക് കഴിവുണ്ട്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതായിരിക്കും ആണുങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി കണക്ട് ചെയ്ത് കുറച്ചും കൂടി കാര്യങ്ങൾ പോകും. എന്നാൽ സ്ത്രീകൾ കുറച്ചും കൂടി എന്ത് ചെയ്യും, അവരെ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് കണക്ട് ചെയ്തിട്ട് ഈ നേട്ടങ്ങളും സക്സീഡ് ആവുക എന്നുള്ളതൊക്കെ എന്തായിരിക്കും അവർക്കുണ്ട് കേട്ടോ. ഇപ്പം ഈ രീതിയിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, എന്നാൽ കൂടി നമ്മളത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കൂടെയുള്ള ആളുകളെ കുറച്ചും കൂടി നല്ല പോലെ മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ, എന്തുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ,
എന്തുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു 3-4 കാര്യങ്ങളൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഇനി നിങ്ങൾ അങ്ങോട്ട് പോകുന്ന ദിവസം ഈ ഒരു സംഭവമൊക്കെ നിങ്ങളൊന്ന് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാം. ഓക്കെ, ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ ഇപ്പോൾ അവെയർ ആയി. ഓരോ രീതി ഇപ്പോൾ ഒരു പ്രോബ്ലം സോൾവിങ് ആവട്ടെ, അതുപോലെ തന്നെ ഒരു സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്ന സംഭവമാവട്ടെ, കമ്മ്യൂണിക്കേഷനിലുള്ള ഡിഫറൻസ് ആവട്ടെ, സ്നേഹം പ്രകടിപ്പിക്കുന്നതിലുള്ള കാര്യങ്ങളാവട്ടെ, ഇതെല്ലാം എന്തായിരിക്കും പൊതുവെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. എന്നാൽ ഇത് നമ്മൾ ഇതിൽ അവെയർ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ അതുമായിട്ട് കോൺഫ്ലിക്റ്റ് ആയിട്ട് പോകില്ല. അതുപോലെ തന്നെ പ്രശ്നങ്ങളെ പറ്റി പറയാറുണ്ട്. തർക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആണുങ്ങൾ പൊതുവെ എന്ത് ചെയ്യും? ആ, അതവിടെ നോട്ടെ, ഇനി നമുക്ക് ബാക്കി നോക്കാം, ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ലേ, അത് പ്രശ്നമല്ല, പോട്ടെ എന്ന് പറയും. പക്ഷെ സ്ത്രീകൾ എപ്പോഴും എന്തായിരിക്കും? ഇന്ന് രാവിലെ ഉണ്ടായ ചെറിയൊരു പിണക്കാണ്, എന്നാൽ കൂടി ഭർത്താവിനോട് പറയും, ഞാൻ ആ സമയത്ത് എത്ര വിഷമിച്ചു എന്ന് നിങ്ങൾക്കറിയും, ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയും. അപ്പം ആള് കുറച്ചും കൂടി പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിനെ പെട്ടെന്ന് സോൾവ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് എന്തായിരിക്കും? ആ ഒരു പ്രശ്നത്തിൽ ആൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറച്ചും കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ഒരു കാര്യമായിരിക്കും എന്ത് ചെയ്യുക, അവർ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ? അപ്പം ഹോപ്പ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ആൺ അല്ലെങ്കിൽ പെൺ എന്നുള്ളത് രണ്ടും രണ്ടാണ്, നിങ്ങൾ രണ്ട് രീതിയിലാണ് എന്നുള്ളതൊന്നല്ല കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ചെറിയ ചെറിയ ഏരിയാസിൽ അവർ ഡീൽ ചെയ്യുന്നതിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ആണുങ്ങൾ കുറച്ചും കൂടി പ്രോബ്ലംസ് വരുന്ന സമയത്ത് സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കും. സ്ത്രീകൾ കുറച്ചും കൂടി അതിനെ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് എങ്ങനെയെന്നുള്ളതായിരിക്കും അവരെന്ത് ചെയ്യുക, അതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ട്രെസ് വരുന്ന സമയത്ത് ആണുങ്ങൾ കുറച്ചും കൂടി ഒറ്റയ്ക്ക് ഇരുന്ന് അതിലൊന്ന് പ്രോസസ്സ് ചെയ്ത് അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കും. സ്ത്രീകളാണെങ്കിൽ എന്തായാലും കുറച്ച് വിശ്വസിക്കാൻ പറ്റുന്ന, അവരൊക്കെ ആയിട്ട് നല്ലപോലെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ വിളിച്ചിട്ട് എന്ത് ചെയ്യും, സംസാരിക്കും ഇന്ന ഇന്ന കാര്യങ്ങൾ. അപ്പൊ അവർക്ക് ആ സ്ട്രെസ് ഒന്ന് റിലീഫ് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷന്റെ കാര്യം, ആണുങ്ങൾ കുറച്ചും കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടണലായിട്ടുള്ള രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, അവര് കാര്യങ്ങൾ സംസാരിക്കുന്നതും അവർ ഒബ്സേർവ് ചെയ്യുന്നതും ഒക്കെ. സ്ത്രീകൾ കുറച്ചും കൂടി ഒരു നമ്മൾ പറഞ്ഞ പോലെ ഇമോഷൻസ് ഒക്കെ കണക്ട് ചെയ്ത് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്താണ് അവര് കുറച്ചും കൂടി കൂടുതൽ അവർക്ക്. അതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓഫീസിൽ ഒരു ഡേ ചോദിക്കുമ്പോൾ സ്ത്രീകൾ പ്രതീക്ഷിക്കുന്നത് രാവിലെ പോയത് മുതൽ ഈവനിങ് വരെയുള്ള ഒരു വലിയ കാര്യമായിരിക്കും. എന്നാലും എന്തുണ്ടാവില്ല, ഹസ്ബൻഡിന്റെ അടുത്ത് അത്ര വലിയ ഇതൊന്നും ഉണ്ടാവില്ല. ആ, നല്ലൊരു കല്യാണം, ഓക്കെ, അല്ലെങ്കിൽ ആ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഡേ, ഇത്രേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ദെൻ അവ നാലാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയാണ്. ഒരാൾ പ്രവൃത്തിയിലൂടെ ആണ്, ഒരാൾ എന്താണ് ആക്ഷൻസിലൂടെ ചെയ്യുമ്പോൾ മറ്റൊരാൾ എന്താണ് ആൾക്ക് കെയറിങ് കാര്യങ്ങളാണ് വേണ്ടതുള്ളത്. ആളെ പരിഗണിക്കുന്ന, ആളെ കെയർ ചെയ്യുന്ന, ആളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു, നമ്മളിവിടെ സേഫ് ആണെന്ന് ഫീൽ ചെയ്യുന്നതാണ് എന്ത് സ്ത്രീകൾക്ക് വേണ്ടത് എന്നുള്ളതാണ്. ആൻഡ് തർക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി ആണുങ്ങൾ പെട്ടെന്ന് ആ, അത് പോട്ടെ, നമുക്ക് നെക്സ്റ്റ്, നമുക്ക് അടുത്ത്, കുഴപ്പമില്ല, പോട്ടെ എന്ന് പറഞ്ഞു പോകുന്നതാണ്. സ്ത്രീകൾക്ക് കുറച്ചും കൂടി ആ ഒരു സിറ്റുവേഷൻസിന് ആണുങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, ചിന്തിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ഓ, ഐ തിങ്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത്. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഒരു ഡേ ഞാൻ ഡിസ്കസ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. എന്താണ് ഇതിന്റെ ഒരു ബേസിക് ഏരിയ എന്നുള്ളത്. ഓക്കെ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ ഇത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്, ആ സ്ട്രക്ചേർഡ് ആക്കിയിട്ട് വെക്കരുത്. ഇപ്പൊ നിങ്ങളൊക്കെ ആ, ഒരു സെഷനെങ്കിലും, എന്റെ ഒരു സെഷനെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്ന ഏരിയയാണ് നമ്മളെ മൈൻഡിന്റെ പ്രോഗ്രാംഡ് ആവുന്നത്. ഓക്കെ, ഇന്നിപ്പോ നമുക്കൊരു പാരന്റ്സിന് വേണ്ടിയിട്ടുള്ള സെഷൻ ഉണ്ടായിരുന്നു. ആ സെഷനിലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പാരന്റ്സിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നമ്മൾ നല്ല പോലെ പ്രോഗ്രാംഡ് ആണ്. ഒരു ആനയെ ഒരു ആനയെ അത് ഒരു ചെറിയ കയറിൽ കെട്ടിയിട്ടാൽ ആന കയറ് പൊട്ടിക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതലേ അതിനെ ചെങ്ങലയിലിട്ട് കെട്ടി കെട്ടി വെച്ചത് കൊണ്ടും ആ ചെങ്ങല പൊട്ടിക്കാൻ ശ്രമിച്ച സമയത്ത് കാല് മുറിവായത് കൊണ്ടും ആന എന്ത് ചെയ്യുന്നില്ല, ഇപ്പോഴും കാലിലുള്ള ചെറിയ കയറ്, പൊട്ടിക്കാൻ പറ്റുന്ന കയറായിട്ട് പോലും പൊട്ടിക്കാൻ ശ്രമിക്കുന്നില്ല. ഇതുപോലത്തെ ഒരുപാട് പാറ്റേൺസ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മളുള്ളിൽ പാറ്റേൺസ് ഉണ്ട് എന്നുള്ള പോലെ തന്നെ നമ്മുടെ മുന്നിൽ നമ്മൾ കാണുന്ന ആളിലും പാറ്റേൺസ് ഉണ്ടാവും, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ആദ്യം നമ്മൾ നമ്മളെ കാര്യത്തിൽ അവെയർ ആവുക, നല്ലൊരു ഒബ്സർവർ ആവുക,
നമ്മളെ കാര്യങ്ങൾ നമ്മൾ റീപ്രോഗ്രാമിങ് ചെയ്യുക. നമ്മളെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, റീപ്രോഗ്രാമിങ് ചെയ്ത് ഇതുപോലത്തെ ഒരുപാട് പാറ്റേൺസും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കുറച്ചും കൂടി നമ്മളെ മനസ്സിനെ കുറിച്ചും നമ്മളെ കുറിച്ചും പഠിക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഹോപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ ഇത്ര മാത്രം മതി. നിങ്ങൾ എല്ലാ എന്താ പറയാ ഒരുപാട് പണികൾ മാറ്റി വെച്ച് ഇവിടെ വന്നിരിക്കുകയായിരിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം ഇതിൽ ഡിസ്കഷൻസ് കാര്യങ്ങളൊന്നുമില്ല. ഇനി നിങ്ങൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, ഒരുപാട് അറിവ് കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റഗ്രാമിൽ നിന്നും എല്ലായിടത്തു നിന്നും അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ കിട്ടിയ അറിവിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എനിക്ക് കിട്ടിയ അറിവിനെ ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ ഈ ഒരു ചിന്തയിൽ നിങ്ങൾ മനനം ചെയ്ത് ഇതിനെ കുറിച്ചിട്ടൊന്ന് ചിന്തിച്ച് ഏതൊക്കെ രീതിയിലാണ് ഞാൻ, ഏതൊക്കെ രീതിയിലാണ് അവർ, ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കരുത് കേട്ടോ. അവരെങ്ങനെയാണ്, ഇവരെങ്ങനെയാണ്, ഇതിനെ നിൽക്കരുത്. ഞാൻ ഇങ്ങനെയാണ്, അവരെങ്ങനെയാണ്, അപ്പൊ എനിക്ക് എന്നെ ഇങ്ങനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ചില ഒന്ന് രണ്ട് ആളുകൾ കണക്ട് ചെയ്ത് ഒരു ഡൗട്ട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മാറിയാൽ എന്റെ ഹസ്ബൻഡ് മാറും എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ മാറിയാൽ എന്റെ വൈഫ് മാറും. നല്ലൊരു പെർസെൻറ്റേജ് മാറും. കാരണം നമ്മളിപ്പം വേദാസ് എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഖുർആൻ ആവട്ടെ, ബൈബിൾ ആവട്ടെ, അതുപോലെ ഗീതയാവട്ടെ, എല്ലാത്തിലും പറയുന്നുണ്ട് നിങ്ങളെ ഉള്ളിലുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നിങ്ങളെ പുറത്തെ ലോകം നിൽക്കുന്നത്. ഇപ്പം വിശ്വം ദർപ്പണം സദൃശ്യമായ നഗരി തുല്യം നിജം അന്തർഗതം. നിങ്ങളെ ഉള്ളിലുള്ളതിന്റെ റിഫ്ലക്ഷനും പ്രൊജക്ഷനും ആണ് എന്ത് ചെയ്യുന്നത്, പുറത്ത് കാണുന്നത്. ഇത് ഗീതയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബൈബിളിൽ പറയുന്നുണ്ട് നിങ്ങളെ ഉള്ളിലുള്ളത് എന്താണോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങളെ ലൈഫ് മുന്നോട്ട് പോവാന്ന് പറയുന്നുണ്ട്. നിങ്ങളെ ചിന്തകൾക്കനുസരിച്ചാണ് നിങ്ങളെ ജീവിതം മുന്നോട്ട് പോവാന്ന് പറയുന്നുണ്ട്. ഖുർആനിലും പറയുന്നുണ്ട് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. നിങ്ങൾ നിങ്ങളെ ഉള്ളിൽ മാറ്റം കൊണ്ടുവരുന്നത് വരെ എന്ത് ചെയ്യില്ല, ദൈവം നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, പുറത്തൊരു മാറ്റം കൊണ്ടുവരില്ല എന്നുള്ളതാണ്. അപ്പം ദർ ഇസ് എ പോസിബിലിറ്റി. നമ്മൾ ഉള്ളിൽ നമ്മൾ മാറ്റം കൊണ്ടുവരുന്ന സമയത്ത് ഒരുപാട് മാറ്റം നമ്മളെ പുറത്ത് ആളുകളിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ആയിരക്കണക്കിന് എവിഡൻസും ഇതിനുണ്ട്. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള പ്രൂഫ്സും ഉണ്ട്. നമ്മളെ തന്നെ പരിചയത്തിലുള്ള നമ്മളെ തന്നെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ മാറിയ സമയത്ത് എന്റെ കുട്ടി മാറി, ഞാൻ മാറിയ സമയത്ത് എന്റെ പാരന്റ്സ് മാറി, ഞാൻ മാറിയ സമയത്ത് എന്റെ ഹസ്ബൻഡ് മാറി, ഞാൻ മാറിയ സമയത്ത് എന്റെ വൈഫ് മാറി, ഞാൻ മാറിയ സമയത്ത് എന്റെ കൊളീഗ്സ് മാറി, എന്റെ കൂടെയുള്ള ആളുകൾ മാറി, ഞാൻ മാറിയ സമയത്ത് എന്റെ മാനേജർ മാറി. അവരെ നമ്മൾ നോക്കി കാണുന്ന ഒരു ചെറിയൊരു ലെൻസ് ഉണ്ടാവും, ഒരു ചെറിയൊരു ഫ്രെയിം ഉണ്ടാവും. ആ ഫ്രെയിമിൽ നമ്മൾ ചെറിയൊരു വ്യത്യാസം വരുത്തുമ്പോൾ തന്നെ എന്താണ്, ഒരുപക്ഷെ അവര് വലിയ മാറ്റം മാറിയിട്ടില്ലെങ്കിലും അവരിൽ നിന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യത്തിൽ നല്ലൊരു ഡിഫറൻസ് നമുക്ക് ഉണ്ടാവുന്നുള്ളതാണ്. ഇപ്പം ഹസ്ബൻഡ് എന്നെ കുറെ ചീത്ത പറഞ്ഞു, ഞാനൊരു 2 മാസം അതിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരാളെന്താണ് മൈൻഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാന്ന് വിചാരിക്കുക. ഹസ്ബൻഡ് എന്തെങ്കിലും എന്ന് പറഞ്ഞു, അത് ആ ഒരു അടുത്തൊരു കുറച്ച് സമയത്തിനുള്ളിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ അതിനെന്ത് ചെയ്യാണ് ആള് ക്ലെൻസ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. നമ്മളെ മൈൻഡിനെ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് റിക്കവർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് ആള് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ച് പഠിക്കുകയാണ്. അപ്പൊ എന്താണ്, വീണ്ടും അവർ 2 മാസം തെറ്റി നിൽക്കുന്നതിന് പകരം ഒരു 10 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയി വീണ്ടും മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മൾ ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കും, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കും. ഒന്നിനെയും കൺട്രോൾ ചെയ്യാന്നതിലുപരി ഇതിനൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കും എന്നുള്ളതാണ്. ഡൺ. അപ്പം കുറച്ചും കൂടി നിങ്ങൾക്കൊക്കെ നിങ്ങളെ സെൽഫിനെ പറ്റിയിട്ടും മനസ്സിനെ പറ്റിയിട്ടും ലൈഫിനെ പറ്റിയിട്ടും ഒക്കെ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ പറ്റട്ടെ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. നമ്മളിതിൽ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഏരിയ തന്നെയാണ്. നമ്മളെ മനസ്സും നമ്മളും നമ്മളെ ലൈഫും ഒക്കെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്നത്തെ സെഷനിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. അതർവൈസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മളെ പേഴ്സണലി കണക്ട് ചെയ്തിട്ട് ആ രീതിയിൽ ചോദിക്കാം. നമ്മളൊരു ഒരു കുറഞ്ഞ സമയം ഞാനൊന്ന് എന്ത് ചെയ്യാം, ഇവിടെ വെയിറ്റ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങളെ അൺമ്യൂട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇതിൽ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ ടീച്ചേഴ്സിന് സെഷൻ എടുത്ത സമയത്ത് അവരിൽ ഒരുപാട് ആളുകൾ പറഞ്ഞൊരു കൺസേൺ ആണ്, പല കാര്യങ്ങൾക്കും ഇനീഷ്യേറ്റീവ് എടുത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ അത് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ
ആ ഒരു സംഗതികൾ നമ്മൾ ക്ലിയർ ചെയ്ത് വരുന്നുള്ളത്. ഇതൊക്കെ ഒരു ബേസിക് ഏരിയ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളൂ. ഡൺ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നിങ്ങളെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മളായിട്ട് പേഴ്സണലി കണക്ട് ചെയ്തിട്ട് പറയാനുള്ളതാണ്. നെക്സ്റ്റ് നമ്മളെ മാസ്റ്റർ ടോക്കിൽ ബാക്കി ഇതിന്റെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിൻ.